നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾ ബ്രേക്കപ്പാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് മറ്റൊരു തേർഡ് പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് നിങ്ങൾക്കത് കൺഫേം ആക്കി കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളത് മിണ്ടാതിരിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു റീഡിംഗ് ആണിത്. നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിക്കുന്ന നിലയിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റമുണ്ടാകുന്നത്, ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. തേർഡ് പേഴ്സണ് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഇപ്പോഴുള്ള പെരുമാറ്റ രീതി എങ്ങനെയാണ്, ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽലെസ്സും ടൈംലെസ്സുമാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഇതിനകത്തുണ്ട്. നിങ്ങളുമായിട്ട് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ടുകളയുക. ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജീസിനെ ഒരിക്കലും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവിനെ മാത്രം ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോയുടെ അവസാനം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു റിച്വൽ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു റിച്വലാണത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക, ദുരുപയോഗപ്പെടുത്താതിരിക്കുക. ഇത് നിങ്ങൾ പറയുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് തന്നെ മാറി നിങ്ങളിലേക്ക് തന്നെ വരുന്നതായിരിക്കും, തേർഡ് പേഴ്സണിനെ ഉപേക്ഷിച്ചിട്ട്. നമുക്കിനി റീഡിങ്ങിലേക്ക് കടക്കാൻ. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. മഹാദേവന് നിങ്ങളോട് പറയാനുള്ളതും എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് ഓം നമഃ ശിവായ. ആദ്യം വന്നിരിക്കുന്ന കാർഡ്സ് പേജ് ഓഫ് കപ്സ്, ഏസ് ഓഫ് സോർഡ്സ്, 10 ഓഫ് സോർഡ്സ്, 4 ഓഫ് പെൻറ്റക്കിൾസ്, ദ ഹെയറോഫന്റ്, ജഡ്ജ്മെൻറ്റ്. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് സോർഡ്സ് ആണ്. 4 ഓഫ് പെൻറ്റക്കിൾസ്, 5 ഓഫ് സോർഡ്സ്, ദ ഹെർമിറ്റ് കാർഡ്, ദ സൺ കാർഡ്, പേജ് ഓഫ് സോർഡ്സ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ദ സ്റ്റാർ കാർഡ്, മജീഷ്യൻ, 2 ഓഫ് വാണ്ട്സ്, 4 ഓഫ് കപ്സ്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് ഒന്നും ഇനി ബാക്കിയില്ല, ഇനി ജീവിക്കണ്ട എന്ന് തന്നെ നിങ്ങൾ ഉറച്ച തീരുമാനമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് നിങ്ങളിപ്പോൾ ചിന്തിക്കുമ്പോൾ അതൊരു നഷ്ടപ്രണയമായി ചിന്തിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തി ഇനി ഒരു കാലത്ത് നിങ്ങൾക്കിനി തിരികെ ലഭിക്കില്ല. നിങ്ങളുടെ ഭാര്യയാവട്ടെ, ഭർത്താവട്ടെ, നിങ്ങൾ കല്യാണം കഴിക്കാനിരുന്ന വ്യക്തിയാവട്ടെ, അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരാളാവട്ടെ, ഇതിനകത്ത് കാണുന്നത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളൊരു നഷ്ടപ്രണയമായിട്ട് കാണുന്നു എന്നതാണ്. നിങ്ങളിപ്പോഴും നിങ്ങളുടെ വ്യക്തിയെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ, അതായത് കൊച്ചു കുഞ്ഞിനെ പോലെ കണ്ടിട്ടാണ് നിങ്ങൾ ഒരുപാട് കെയറിങ് ആവട്ടെ, സ്നേഹമാകട്ടെ, സമയമാകട്ടെ കൊടുക്കുന്നത്. നിങ്ങൾ ഒത്തിരി ഗിഫ്റ്റ് കൊടുത്തതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് ഭയങ്കര പൊസസീവ്നെസ് ഉള്ളതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തിയെ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു ചിന്തയായിട്ട് ഇപ്പോഴും ജീവിക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ, അതായത് തേർഡ് പേഴ്സണുമായിട്ട് നിങ്ങളുടെ വ്യക്തിക്കുള്ള ആ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? ആ ഒരു ചോദ്യത്തിന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് 100% അത് നിങ്ങളുടെ കൈകളിലാണ് എന്നതാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പേഴ്സണുമായിട്ട് ബന്ധമുണ്ട്. ആ ഒരു തേർഡ് പേഴ്സണിനെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കേണ്ടവരല്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളിപ്പോൾ മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ്, ഭയത്താൽ ജീവിക്കുന്നു. എന്തിന് ഭയപ്പെടുന്നു? ഈ ഒരു തേർഡ് പേഴ്സണെ നിങ്ങൾ ഭയപ്പെടുന്നു. കാരണം തേർഡ് പേഴ്സൺ എന്തൊക്കെയോ വശീകരണം ചെയ്ത്, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണെ തട്ടിക്കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തില്ല. ഏറ്റവും കൂടുതൽ ഈ ഒരു തേർഡ് പേഴ്സണിനെ സ്നേഹിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ അടുത്ത് പോയി സംസാരിച്ചു കഴിഞ്ഞാലോ പറഞ്ഞാലോ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപദ്രവിക്കുമോ, അല്ലെങ്കിൽ എന്നേക്കുമായി നിങ്ങളുടെ അരികിലേക്ക് എത്താതിരിക്കുമോ? ഈ ഒരു ഭയത്താൽ നിങ്ങൾ ജീവിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതൊരു സോൾമേറ്റ് കണക്ഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങളിപ്പോൾ വേണ്ടുന്ന ആക്ഷൻ എടുക്കണം എന്ന് തന്നെയാണ്. ആ ഒരു തേർഡ് പേഴ്സണിനെ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ
ഒട്ടും വൈകാതെ തന്നെ ആ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് സംസാരിക്കേണ്ടതാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിട്ടു തരണമെന്ന് തന്നെ നിങ്ങൾ സംസാരിക്കേണ്ടതാണ്. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ആരുടെ ഉപദേശം കേൾക്കേണ്ടതായിട്ടില്ല. കാരണം നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ ഒരുപാട് തന്നെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു മെൻ്റൽ ക്ലാരിറ്റിയാണ് വേണ്ടുന്നത്. തേർഡ് പേഴ്സൻ്റെ അടുത്ത് നിങ്ങൾ നല്ലതുപോലെ സംസാരിക്കുക. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് വലിയ ഉപയോഗമുള്ളതായിട്ട് കാണുന്നില്ല. കാരണം തേർഡ് പേഴ്സൺ അറിയണം നിങ്ങൾ അത്ര ഭയപ്പെട്ട് ഒളിച്ചൊരു മാളത്തിലിരിക്കുന്ന ഒരു ടൈപ്പ് ഒരു ലേഡി അല്ലെങ്കിൽ ഒരു പുരുഷനല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആ ഒരു തേർഡ് പേഴ്സണെ അറിയാമെന്നുണ്ടെങ്കിൽ തേർഡ് പേഴ്സൻ്റെ അടുത്ത് തുറന്ന് പറയുക. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടേതാണ്. നിങ്ങളുടെ വ്യക്തിയെ തട്ടിയെടുക്കേണ്ട ഒരു അവകാശവും ഈ ഒരു തേർഡ് പേഴ്സൺ ഇല്ല എന്നുള്ളത്. നിങ്ങൾ ഉടനെ തീരുമാനമെടുക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ഭയമെല്ലാം മാറ്റിവെച്ച് നിങ്ങൾക്ക് അതിനുള്ള പ്രാപ്തിയുണ്ട്. കാരണം നിങ്ങളുടെ വ്യക്തിയുടെ മേൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ആർക്കാണ് എടുക്കാൻ സാധിക്കുക? നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ എങ്ങനെയാണ് സ്നേഹിച്ചതെന്നും നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടമാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ വ്യക്തി ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുമോ? നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് തീരുമാനമെടുക്കേണ്ട സമയമായി എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. വെറുതെ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് ഓർത്തിരുന്ന് ദുഃഖിക്കേണ്ട ഒരു സമയമല്ല. നിങ്ങൾക്ക് ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ ഇവിടെ ആക്ഷൻ എടുക്കൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. തേർഡ് പേഴ്സൺ നിങ്ങളിത് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പേഴ്സണിന് നിങ്ങളെ ശരിക്കും ഭയപ്പെടും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ഉറച്ച തീരുമാനമുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടേതാണ്. അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ പക്ഷേ ഇത് ആ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് പ്രകടിപ്പിക്കുന്നില്ല. നിങ്ങളുടെ ആ ഉള്ളിലുള്ള വികാരത്തെ ആ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ശരിക്കും ഭയപ്പെടും. പിന്നെ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഉള്ള ആ ഒരു ഇൻട്രാക്ഷന് ഈ ഒരു തേർഡ് പേഴ്സൺ പിൻവാങ്ങും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ തേർഡ് പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഒരിക്കലും തേർഡ് പേഴ്സൻ്റെ ലൈഫിൽ തേർഡ് പേഴ്സൺ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു വ്യക്തി തന്നെയാണ്. അവർ സ്വന്തം കാര്യം മാത്രം നോക്കി സ്വന്തം ഇഷ്ടത്തെ ആണെങ്കിലോ സ്വന്തം കാര്യം സെൽഫ് ലവ് ചെയ്യുന്നൊരു വ്യക്തിയായിട്ടാണ് ഇവിടെ തേർഡ് പേഴ്സണിനെ കാണാൻ സാധിക്കുന്നത്. ഈ തേർഡ് പേഴ്സൺ നിരന്തരമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു സ്വസ്ഥതയും കൊടുക്കാതെ ഒരു ടോർച്ചറിങ് അല്ലെങ്കിൽ നിരന്തരമായിട്ട് വഴക്കുണ്ടാക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മറ്റ് വ്യക്തികൾക്കാണ്. അവർക്ക് സന്തോഷം കൊടുക്കുന്ന മറ്റ് വ്യക്തികൾക്കാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തേർഡ് പേഴ്സണിന് വെറുതെ ഒരു വിനോദം മാത്രമായിരുന്നു. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റി മാറ്റിയിട്ട് സ്വന്തമാക്കണം, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സൺ പറയുന്നത് മാത്രം കേട്ട് നിങ്ങളുടെ വ്യക്തി ജീവിക്കണം എന്നൊക്കെയുള്ളൊരു ചിന്ത വെറും വിനോദത്തിൻ്റെ പുറത്ത് മാത്രം തുടങ്ങിയതായിരുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരിക്കലും അതൊരു സീരിയസ് സ്നേഹമായിരുന്നില്ല. ഇവിടെ കാണുന്നത് നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ കെയറിങ് ആണെങ്കിലും സ്നേഹമാണെങ്കിലും അറ്റൻഷനും എല്ലാം വേണം. പക്ഷേ ഈ ഒരു തേർഡ് പേഴ്സൺ ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ മേൽ നല്ലൊരു പൊസസീവ്നെസ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള പൊസസീവ്നെസ് എത്രയാണോ അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് ഒരു പൊസസീവ്നെസ് കാണുന്നുണ്ട്. നിങ്ങളെന്ന ആ ഒരു വ്യക്തി എങ്ങനെയാണോ നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിച്ചത്, നിങ്ങളുടെ പേഴ്സണെ സ്നേഹിച്ചത്, അതുപോലെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ ഒരു തേർഡ് പേഴ്സണിനെ സ്നേഹിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തി എത്ര സ്നേഹം അല്ലെങ്കിൽ സമയം, എന്ത് അറ്റൻഷനാണോ കെയറിങ് ആണോ നിങ്ങളുടെ വ്യക്തിക്ക് കൊടുത്തത്, അതെല്ലാം നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സണിന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി എന്തൊക്കെ നിഷേധിച്ചുവോ അതെല്ലാം ഈ ഒരു തേർഡ് പേഴ്സണിന് കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി നിഷേധിച്ചതുപോലെ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ശരിക്കും അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റാൾക്കാരുടെ മുമ്പിൽ ശരിക്കും അവഗണിച്ച് ഇൻസൾട്ട് ചെയ്ത് ഒരു ഡോമിനേറ്റിംഗ് നേച്ചറായിട്ടാണ് ഈ ഒരു തേർഡ് പേഴ്സണിനെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തേർഡ് പേഴ്സണിന് മറ്റുള്ള ആൾക്കാരുടെ വികാരത്തെ വെച്ചിട്ട് കളിക്കുക,
അതൊക്കെ ഒരു വിനോദമായിട്ട് മാറിയിരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ക്രൂവലായിട്ടുള്ളൊരു നേച്ചർ. അവർ ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരിക്കലും ഒരു പുരുഷനിലോ ഒരു സ്ത്രീയിലോ ഒതുങ്ങുന്ന, അതായത് സാറ്റിസ്ഫൈ ആവുന്ന ഒരു ലേഡി അല്ലെങ്കിൽ മെന്നായിട്ട് കാണുന്നില്ല. അവർക്ക് ഒരുപാട് ആൾക്കാർ വേണം, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് വേണം. അങ്ങനെ ഒരു തരത്തിലുള്ളൊരു സ്വഭാവമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു റീയൂണിയൻ ഇവിടെ കാണുന്നുണ്ട്. കാരണം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ മുജ്ജന്മ ബന്ധമുണ്ട്. നിങ്ങൾ മുജ്ജന്മത്തിൽ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം. അല്ലെങ്കിൽ ആ ഒരു റീസൺ കൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു ഇപ്പോഴത്തെ ഈ ഒരു ബന്ധത്തിൽ അതൊരു റീയൂണിയൻ തന്നെയായിട്ട് അവസാനിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ എത്ര സ്നേഹമാണോ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിച്ചത്, ആ ഒരു സ്നേഹം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് മഹാദേവനാണ് നിങ്ങൾക്ക് തരുന്ന ഒരു സന്ദേശം. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു സോൾമേറ്റ് കണക്ഷനാണ്. നിങ്ങൾ തമ്മിൽ ഇനി കല്യാണം കഴിക്കാനിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കല്യാണം മഹാദേവൻ സാക്ഷി നിൽക്കുമ്പോൾ തന്നെ നടക്കുന്നതായിരിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കാനുള്ള സമയം അടുത്തു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ സമാധാനമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ റീയൂണിയൻ സംഭവിക്കും. പക്ഷേ നിങ്ങൾക്ക് ഇതിനകത്തൊരു റോളുണ്ട്. നിങ്ങൾ പ്രതികരിക്കണം. നിങ്ങൾ പ്രതികരിക്കാതെ മിണ്ടാതിരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ഒരിക്കലും വിട്ടു പോവുകയില്ല. ഇവിടെ ഇപ്പോൾ കാണുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ നല്ല രീതിയിൽ ടോർച്ചർ ചെയ്യുന്നു, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്ന, അവർക്ക് വേണ്ടത്ര സ്നേഹമാണെങ്കിലും കെയറിങ് ആണെങ്കിലും ടൈമും കൊടുക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് വിട്ടുതരാൻ തയ്യാറല്ല. അത് നിങ്ങളോടുള്ള ഒരു റിവെഞ്ച് തീർക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ വ്യക്തി ഉണ്ടാക്കിയ ആ ഒരു മുറിവുണ്ടല്ലോ, അതൊക്കെ ഉണങ്ങാനുള്ള സമയമായി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് പ്രതീക്ഷയോടെ നിങ്ങളുടെ വ്യക്തിയുടെ വരവിനായിട്ട് തന്നെ നിങ്ങൾക്ക് കാത്തിരിക്കാം. ഇനി നിങ്ങളുടെ ഫോണിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങളുടെ വ്യക്തി ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി നിങ്ങൾക്ക് അവരിൽ നിന്നും ഒരു കോള് ലഭിക്കാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പെർമനൻ്റ് റീയൂണിയൻ. നിങ്ങളുടെ മരണം വരെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളെ സ്നേഹിച്ച് ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഉണ്ടായിരുന്ന ആ ഒരു വേദനകളൊക്കെ നിങ്ങൾക്ക് അത്രയും പെട്ടെന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തിയാലും അത്രയും പെട്ടെന്നൊന്നും നിങ്ങൾക്കത് മറക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് നിങ്ങൾക്കും അറിയാം. നിങ്ങളുടെ വ്യക്തിയുടെ പിറകെ നിങ്ങൾ ഒരുപാട് കാല് പിടിച്ച് കരഞ്ഞു നടന്നിട്ടുണ്ട്. അവരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ യാചിച്ചിട്ടുണ്ട്. ഒരുപാട് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരുപാട് മുറിവുകളുണ്ട്. പക്ഷേ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി എത്തിക്കഴിഞ്ഞാലും നിങ്ങൾ അതൊന്നും മറക്കാൻ തയ്യാറായിരിക്കില്ല. ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് മാത്രമേ നിങ്ങൾ ഇനി പെരുമാറുകയുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഭാഗത്ത് ശരിയാണ്. കാരണം നിങ്ങൾ നിരന്തരമായിട്ട് ആ വ്യക്തിയുടെ പിറകെ നടന്ന് നിങ്ങൾ മടുത്തുപോയി. ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ ശല്യം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ ആ വ്യക്തിയോട് സ്നേഹമുണ്ട്. ആ സ്നേഹമുണ്ട് എന്നതിൻ്റെ അർത്ഥം ഒരിക്കലും ഇനിയും നിങ്ങളെ സ്വയം വേദനിപ്പിക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ ശല്യം ചെയ്യാത്തത്. ഇതെപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വെക്കുക. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി എത്തിക്കഴിഞ്ഞാലും നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് തന്ന ആ ഒരു വേദനകൾ നിങ്ങൾ മറക്കാതിരിക്കുക. ആ ഒരു വേദന നിങ്ങൾക്ക് മറക്കാതിരുന്നാൽ മാത്രമേ നിങ്ങൾ സ്ട്രോങ് ആവുകയുള്ളൂ. ഇത് നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങൾ പെരുമാറുക. കാരണം നിങ്ങൾക്ക് എത്രയാണോ വേദനിച്ചത് ആ ഒരു വേദനയുടെ ആഴം നിങ്ങളുടെ വ്യക്തി അത് മനസ്സിലാക്കണം എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇനി നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി എത്തുമ്പോൾ നിങ്ങൾ നേരത്തെ അവർക്ക് സാമ്പത്തികം കൊടുത്ത് സഹായിച്ചവരാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കരിയർ ആണെങ്കിലും നിങ്ങളുടെ ആവശ്യങ്ങൾ മാറ്റിവെച്ച് അവർക്ക് വേണ്ടി സമയം കണ്ടെത്തിയവരാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വിഡിത്തം ഒന്നും ചെയ്യാതിരിക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ കെയറിങ്ങും ലവും ഒക്കെ കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തിയതിന് ശേഷം മാത്രം
മതി ബാക്കിയുള്ളവർക്ക് നിങ്ങളുടെ സമയം കൊടുക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് നല്ലോണം ഉണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന എല്ലാം മഹാദേവൻ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ യാത്രയ്ക്ക് നിങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് ആരൊക്കെയാണോ തടസ്സമായിട്ട് നിൽക്കുന്നത് അവരുടെയൊക്കെ തടസ്സങ്ങൾ മഹാദേവൻ നിങ്ങൾക്ക് മാറ്റിത്തരുന്നതായിരിക്കും. തേർഡ് പേഴ്സൻ്റെ അടുത്ത് നിങ്ങൾ പ്രതികരിക്കുക. കാരണം നിങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നതാണ് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ശക്തി എന്ന് പറയുന്നത്. അവർ ഇത്രയൊക്കെ അഹങ്കരിക്കുന്നതും നിങ്ങളെ ചവിട്ടിത്താഴ്ത്തുന്നതും, നിങ്ങളുടെ വ്യക്തിയാവട്ടെ ചവിട്ടിത്താഴ്ത്തുന്നതുമെല്ലാം നിങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളൊരു പാവമാണ് എന്ന് കരുതിയിട്ടാണ്. നിങ്ങളെ ശരിക്കും ഈ ഒരു തേർഡ് പേഴ്സൺ പല വിധേന ഉപദ്രവിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ഉപദ്രവം നിർത്തണം, പൂർണ്ണമായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കുക. കാരണം നിങ്ങൾ ഈശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം മാറ്റി നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിലേക്ക് മടക്കി തരണമേ എന്നൊക്കെ ഉള്ളത്. ഈശ്വരൻ്റെ ഭാഗത്തുള്ള ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തിരിക്കും. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. നിങ്ങളിതെല്ലാം അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളും കൂടെ പ്രതികരിക്കുക. നിങ്ങളുടെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് നിങ്ങളുടെ എല്ലാ സഹായത്തിനും യൂണിവേഴ്സും ദൈവവും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരനും കൂടെ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു റിച്വൽ പറഞ്ഞു തരാം. ഇതൊരിക്കലും മിസ്യൂസ് ചെയ്യാതിരിക്കുക. മറ്റൊരു വ്യക്തി സ്നേഹിക്കുന്നവരെയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ഹസ്ബൻഡിനെയോ വൈഫിനെയോ സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ടൊന്നും മിസ്യൂസ് ചെയ്യാതിരിക്കുക. ഇത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു റിച്വലാണ്. നിസ്സാരമായിട്ടുള്ളൊരു കുട്ടിക്കളിയല്ല എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ ഒരു റിച്വൽ ചെയ്യാനായിട്ട് ആവശ്യം ഒരു പേനയും ഒരു പേപ്പറുമാണ്. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള സിമ്പൽ വരയ്ക്കുക. അത് വരച്ചതിന് ശേഷം നിങ്ങളിത് ചാർജ് ചെയ്ത് എടുക്കണം. ചാർജ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു അഫർമേഷനും കൂടെ പറഞ്ഞു തരിക. ചാർജ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ഈ സിമ്പലിൻ്റെ പുറത്ത് വെക്കുക. അതിൻ്റെ പുറത്തായിട്ട് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡും കൂടെ വെക്കുക. അതിനുശേഷം നിങ്ങളുടെ വ്യക്തിയുടെ പേര് 3 തവണ പറയുക. അതിനുശേഷം അഫർമേഷൻ ഇങ്ങനെ പറയുക: ഞാൻ എന്നെ മാത്രം സ്നേഹിക്കുന്നതിനാൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ മാത്രം കൂടുതൽ സ്നേഹിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, എന്നെ മാത്രം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എനിക്കൊപ്പം എന്നും ഉണ്ടായിരിക്കുന്നതിന് നന്ദി നന്ദി നന്ദി. ഇത് ഞാൻ കേൾക്കുമ്പോഴും കാണുമ്പോഴും പറയുമ്പോഴും എല്ലാം ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ചിന്തകളിൽ എന്നെക്കുറിച്ച് മാത്രമുള്ള ചിന്തകൾ കൊണ്ട് നിറയുന്നതിന് നന്ദി നന്ദി നന്ദി. ഞാൻ എന്നെ മാത്രം സ്നേഹിക്കുന്നതിനാൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ മാത്രം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇന്നും എന്നും എപ്പോഴും സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ ഇന്നും എന്നും എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നെ മാത്രം സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നതിന് നന്ദി നന്ദി നന്ദി. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ സ്നേഹവും സാമീപ്യവും എന്നും ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്നെയും സ്നേഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ആ വ്യക്തിയുടെ പിന്നാലെ പോകേണ്ട ഒരാവശ്യവുമില്ല. ഇത് വളരെ സത്യമായ ഒരു കാര്യമാണ്. ഇത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ മാത്രം സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നതിന് നന്ദി നന്ദി നന്ദി. നിങ്ങളിത് എത്രമാത്രം വിശ്വാസത്തോടുകൂടി പറയുന്നുവോ, ഈ ഒരു റിച്വൽ ചെയ്യുന്നുവോ, അത്രമാത്രം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. നിമിഷങ്ങൾ കൊണ്ട് റിസൾട്ട് കിട്ടുന്ന ഒരു റിച്വലാണിത്. നിങ്ങളിത് പോസിറ്റീവ് മൈൻഡോടുകൂടി നിങ്ങൾ വളരെയധികം വിശ്വസിച്ച് നിങ്ങളുടെ ആഗ്രഹവും ന്യായമാണ് എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇത് നിങ്ങൾ ചെയ്യുമ്പോഴെല്ലാം നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമായിരിക്കും. ഇത് ചെയ്തതിന് ശേഷം, ഈ ഒരു റിച്വൽ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു പേപ്പർ മടക്കി, ഇത് അങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് മടക്കിയിട്ട് നിങ്ങളുടെ പില്ലോയുടെ അടിയിൽ സൂക്ഷിക്കുക. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് തന്നെ റിസൾട്ട് ലഭിക്കുന്നതാണ്. ഒരു 2 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉറപ്പായിട്ടും വിളിക്കും. ഇത് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ചിന്തിക്കാതിരിക്കുക. നിരന്തരം ഇത് ഞാൻ ചെയ്തതാണല്ലോ, എന്താ വിളിക്കാത്തത്, ഇങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുക. നിങ്ങൾ അപ്പം തന്നെ അത് മറന്നു കളയുക.
പോസിറ്റീവായിട്ട് വെക്കുക, പോസിറ്റീവ് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് ലഭിക്കുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നം പേഴ്സണൽ റീഡിംഗ് എടുത്തതിലൂടെ തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെ ആവട്ടെ, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, ബ്ലാക്ക് മാജിക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഇതിനൊക്കെ റീഡിംഗ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരം പറഞ്ഞു തരുന്നതാണ്. ഇവിടെ ചെയ്യേണ്ട കാര്യം ഇവിടെയും ചെയ്തു തരുന്നതാണ്. താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.